നബിയെ, അതാ സുറാക്ക വരുന്നുണ്ട്, ഒന്ന് ഭൂമിയോട് പറയണം, പിടിക്കാൻ വേണ്ടി പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയോട് പറഞ്ഞു, യാ അർളു ഖുദീ, ഭൂമിയെ പിടിച്ചോ. പറയേണ്ട താമസം. സുറാക്കയുടെ ഒട്ടകം ഭൂമിയിലേക്ക് താണുപോയി, എണീക്കാൻ പറ്റുന്നില്ല. മുത്തുനബിയും സിദ്ദീഖ് തങ്ങളും മുന്നോട്ട് പോയി. സുറാക്കക്ക് മനസ്സിലായി ഞാൻ കുടുങ്ങിപ്പോയി എന്ന്. ഉടനെ വിളിച്ചു, അൽ അമാൻ, അൽ അമാൻ, അൽ അമാൻ, തെറ്റുപറ്റിപ്പോയി, എനിക്ക് മാപ്പാക്കണേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് സുറാക്ക മാപ്പ് ചോദിച്ചു. അല്ലാഹുവിന്റെ ഹബീബ്, കരുണയുടെ കടലായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലാൻ വേണ്ടി വന്നവർക്കും മാപ്പ് കൊടുത്ത നേതാവാണ്. തങ്ങൾ പറഞ്ഞു, ഭൂമിയോട് വിട്ടോ. ഭൂമി വിട്ടു. സുറാക്ക രക്ഷപ്പെട്ടു പോയി. തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ സുറാക്കന്റെ മനസ്സിൽ ഓർമ്മ വന്നു, 200 ഒട്ടകം നഷ്ടപ്പെട്ടല്ലോ, എന്റെ വാഹനത്തിനൊന്നും പറ്റിയിട്ടില്ല, എനിക്കൊന്നും പറ്റിയിട്ടില്ല. വീണ്ടും അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുറകിലേക്ക് വാഹനം തിരിച്ചു. രണ്ടാമതും വന്നപ്പോൾ തങ്ങൾ ഭൂമിയോട് പറഞ്ഞു, ഭൂമിയെ പിടിച്ചോ. സുറാക്കയെ പിടിച്ചു. ആ ഒട്ടകം അതാ കഴുത്തു വരെ താണുപോയി. ഉടനെ സുറാക്ക പറഞ്ഞു, അൽ അമാൻ, അൽ അമാൻ, എനിക്ക് രക്ഷ വേണം, ഇനി ഞാൻ എന്തായാലും വരൂല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴും മാപ്പ് കൊടുത്തു ഭൂമിയോട് വിടാൻ വേണ്ടി പറഞ്ഞു. സുറാക്ക ഉടനെ ഇസ്ലാം സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയോട് പറയുമ്പോൾ ഭൂമി കൽപ്പന അനുസരിക്കുന്നു. പിടിക്കാൻ പറയുമ്പോൾ ഭൂമി പിടിക്കുന്നു. വിടാൻ പറയുമ്പോൾ ഭൂമി വിടുന്നു. ഉഹുദ് മലയുടെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും നിൽക്കുമ്പോൾ ഉഹുദ് മല കുലുങ്ങുന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉസ്കുൻ യാ ഉഹദ്, ഇന്നമാ അലൈക നബിയ്യുൻ വസുദ്ദീഖുൻ വശഹീദാനി. ഉഹുദേ, മിണ്ടാതെ നിൽക്കണം, കുലുങ്ങാൻ പാടില്ല. ഒന്ന് നിന്റെ മുകളിൽ സുദ്ദീഖാണുള്ളത്, ഒന്ന് നബിയാണുള്ളത്, മറ്റൊന്ന് സുദ്ദീഖുൽ അക്ബറാണുള്ളത്, 2 ശുഹദാക്കളാണുള്ളത്. അതുകൊണ്ട് മിണ്ടാതെ നിൽക്കണം എന്ന് പറയുമ്പോൾ ഉഹുദിന്റെ കുലുക്കം നിൽക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഭൂമിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കൽപ്പന കൊടുക്കുമ്പോൾ അതനുസരിക്കുന്നു. പിടിക്കാൻ പറയുമ്പോൾ പിടിക്കുന്നു, വിടാൻ പറയുമ്പോൾ വിടുന്നു. കാരണം ഭൂമിക്കറിയാം എന്നെ പടക്കാനും കാരണം തങ്ങളാണ്. ശത്രുക്കൾ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? നിങ്ങൾ നബിയാണെന്ന് ഞങ്ങൾ അംഗീകരിക്കണമെങ്കിൽ, നിങ്ങൾ പ്രവാചകനാണെന്ന് ഞങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് കാണിച്ചു തരണം. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഖുറൈശികൾ പറഞ്ഞു, 14-ാം രാത്രിയാണ്, ഈ കാണുന്ന ചന്ദ്രനെ ഒന്ന് പിളർത്തി തരുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ ആ നിലാവിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പിളരാൻ വേണ്ടി കൽപ്പന കൊടുത്തു. അൽബദുറു സുഖ ബിഅംരിഹി വശംസു ഇദ് ഖർബതു ലഹു റുദ്ദതു ബിഗൈരി തറദ്ദുദി. ആ നിലാവിനോട് പിളരാൻ പറയുമ്പോൾ നിലാവ് 2 കഷ്ണമാകുന്നു. 2 മലയുടെ ഭാഗത്തേക്ക് 2 കഷ്ണങ്ങൾ മാറി നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണ്! നിലാവിനോട് പിളരാൻ പറയുമ്പോൾ നിലാവ് പിളരുന്നു. ഭൂമിയോട് പിടിക്കാൻ പറയുമ്പോൾ പിടിക്കുന്നു. വിടാൻ പറയുമ്പോൾ വിടുന്നു. ആ നിലാവ് 2 പിന്നെ 2ഉം ചേർന്ന് നിൽക്കുന്നു. ആ നിലാവ് അതാ 2ഉം ചേർന്ന് വരുന്നു. ഇങ്ങനെ ഏത് സൃഷ്ടികളോടും ഏത് കൽപ്പന കൊടുത്താലും അതനുസരിക്കുന്നു. കാരണം നിലാവിനറിയാം എന്നെ പടക്കാനും കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സ്വഹാബികളിൽപ്പെട്ട ഒരാള് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അതാ മുത്തുനബിയോട് പറഞ്ഞു, ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഈ പുഴയുടെ അപ്പുറത്തുള്ള ഒരു കല്ല്, ആ കല്ലിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കല്ലിനെ വിളിച്ചു വരുത്തുന്നു. ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ സംഭവം പറയുന്നുണ്ട്.
ആ കല്ലിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് പറഞ്ഞു, പോരാ, ഇനി ഈ കല്ലിനെ അതേ സ്ഥാനത്തേക്ക് എത്തിക്കണം. ആ കല്ലിനോട് അങ്ങോട്ട് തന്നെ പോകാൻ പറഞ്ഞു. ആ കല്ല് അങ്ങോട്ട് തന്നെ പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ കല്ല് വഴിപ്പെടുന്ന കാരണം കല്ലിനറിയാം എന്നെ പടക്കാനും കാരണം തങ്ങളാണ്. നിലാവിനറിയാം എന്നെ സൃഷ്ടിക്കാനും കാരണം തങ്ങളാണ്. ഭൂമിക്കറിയാം എന്നെ പടക്കാനും കാരണം തങ്ങളാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്ത് എല്ലാത്തിനും കാരുണ്യമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യമാണ്. ഒരു ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് അതാ അന്യായം ബോധിപ്പിക്കാൻ വേണ്ടി വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ഒട്ടകം അതാ സങ്കടം പറയുന്നു. തന്റെ ഉടമയെ കുറിച്ചാ പറയുന്നത്. നീതിപരമായി എന്നോട് പെരുമാറുന്നില്ല എന്നാ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒട്ടകത്തോട് സംസാരിക്കുന്നു. ഒട്ടകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നു. വഅതാകൽ ഔദു യബ്കി വതദല്ലൽ ബൈന ദൈക വസ്തജാറക യാ ഹബീബി ഇൻദകൽ നബിയുൻ നഫൂർ. നമ്മുടെ അശ്റക ബൈത്തിൽ ചൊല്ലിയില്ലേ, ഓ നബിയെ, വഅതാകൽ ഔദു യബ്കി, ഒട്ടകം തങ്ങളുടെ സമീപത്തേക്ക് കരഞ്ഞുകൊണ്ട് വന്നില്ലേ? ആ ഒട്ടകത്തിന്റെ പ്രശ്നം തങ്ങൾ പരിഹരിച്ചു കൊടുത്തില്ലേ? എന്താ കാരണം? ഒട്ടകത്തിനറിയാം എന്നെ പടക്കാൻ കാരണം തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഴിയിൽ യാത്ര പോകുമ്പോൾ ഒരു മാനിനെ ഒരാൾ കെട്ടിയിട്ട് ആക്രമിക്കുന്നു. അന്യായമായി കെട്ടിയിട്ടിട്ടുണ്ട്. ആ മാന് തങ്ങളെ കണ്ടപ്പോൾ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുന്നു. ഒട്ടകം ആ മാന് തങ്ങളോട് പറഞ്ഞു, നബിയെ, എന്റെ കുഞ്ഞുങ്ങൾ പാലിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. ഈ മനുഷ്യൻ എന്നെ കെട്ടിയിട്ടിരിക്കുന്ന അന്യായമായി. അതുകൊണ്ട് തങ്ങൾ എനിക്ക് ജാമ്യം നിൽക്കുമോ? ഞാനൊന്ന് പോയി എന്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തു വരാം. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉടമയെ കണ്ടിട്ട് ആ മാനിന് ജാമ്യം നിൽക്കുന്നു. ആ മാന് പോകുന്നു, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്ത് തിരിച്ചു വരുന്നു. എന്നിട്ട് ആ മാനിനെ പണം കൊടുത്ത് ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാങ്ങിയിട്ട് അതിനെ സ്വതന്ത്രമായി വിട്ടയക്കുന്നു. കാരണം മാനിനറിയാം എന്നെ പടക്കാൻ കാരണം തങ്ങളാണ്. ഇങ്ങനെ ഏത് സൃഷ്ടികൾ എടുത്തു നോക്കിയാലും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നി ലഅരിഫു ഹജറൻ, എനിക്കൊരു കല്ലിനെ പരിചയമുണ്ട്. കാന യുസല്ലിമു അലയ്യ ഖബല അൻ നുബഅസ, എന്റെ കുട്ടിക്കാലത്ത് ഞാൻ നബിയാകുന്നതിന് മുമ്പ്, എനിക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് കുട്ടിക്കാലത്ത് ഞാൻ നടന്നു പോകുമ്പോൾ ആ കല്ല് എനിക്ക് സലാം പറയുന്നു. എനിക്ക് സലാം പറയുന്ന കല്ലിനെ എനിക്ക് ഇന്നും പരിചയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയുന്ന കല്ലുകൾ. കാരണം കല്ലിനറിയാം എന്നെ പടക്കാൻ കാരണം തങ്ങളാണ്. ഒട്ടകത്തിനറിയാം എന്നെ പടക്കാൻ കാരണം തങ്ങളാണ്. മാനിനറിയാം എന്നെ പടക്കാൻ കാരണം തങ്ങളാണ്. നിലാവിനറിയാം എന്നെ പടക്കാൻ കാരണം തങ്ങളാണ്. അതുപോലെ തന്നെ ഭൂമിക്കറിയാം എന്നെ പടക്കാൻ കാരണം തങ്ങളാണ്. വശംസു ഇദ് ഗറബതു ലഹു റുദ്ദതു ബിഗൈരി തറദ്ദുദി, അസ്തമിക്കാൻ വേണ്ടി പോയ സൂര്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വിളിക്കുന്നു. സൂര്യൻ അസ്തമിക്കാൻ പോയ സൂര്യനെ തിരിച്ചു വിളിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ സൂര്യനോട് മടങ്ങി വരാൻ വേണ്ടി പറയുമ്പോൾ ആ സൂര്യൻ മടങ്ങി വരുന്നു. കാരണം സൂര്യനിക്കും അറിയാം എന്നെ പടക്കാൻ കാരണം തങ്ങളാണെന്ന് സൂര്യൻ അറിയാം. എല്ലാ സൃഷ്ടികളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടുന്നു. മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും ഹിജ്റ പോകുമ്പോൾ 3 ദിവസം പാർത്ത ഗുഹയുണ്ട്. അതാണ് ഗാർ സൗർ. ആ ഗുഹയിൽ വെച്ച് പാർക്കുമ്പോ അതിന് തൊട്ടു മുമ്പ്
സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു രംഗത്തെ കുറിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലൈലത്തു അബീ ബക്കർ ഖൈറും മിൻ ഉമറ വ ആലി ഉമറ. സിദ്ദീഖ് തങ്ങളുടെ ഒരൊറ്റ രാത്രി ഈ ഉമറിനേക്കാളും ഉമറിന്റെ ജീവിതത്തെക്കാളും ഏറ്റവും കുടുംബത്തെക്കാളും ഏറ്റവും ഉത്തമമാണ്. ഏത് രാത്രിയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി ശത്രുക്കളെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. ആ രാത്രി നടന്ന് പാറക്കല്ലുകളൊക്കെ താണ്ടിയിട്ട് എത്രയോ ഇന്ന് 1.5 മണിക്കൂറും 2 മണിക്കൂറും കയറിയാലും എത്തിപ്പെടാൻ പ്രയാസമുള്ള ഗാറ് സൗറിലേക്ക് നബിയും സിദ്ദീഖ് തങ്ങളും കയറുമ്പോൾ മുത്തുനബിക്ക് നടക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് സിദ്ദീഖ് തങ്ങളെടുത്ത് ചുമലിൽ വെച്ചുകൊണ്ട് നടക്കുന്നു. ആ രാത്രിയെ കുറിച്ചാണ്. എന്നിട്ട് ഗാറ് സൗറിന്റെ പുറത്ത് നിന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാനൊന്ന് അകത്തേക്ക് പോയി നോക്കാം, വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? കുറെ മാളങ്ങളുണ്ട്, എല്ലാം ബന്ദ് ചെയ്തു. പക്ഷേ ഒരു മാളത്തിലേക്ക് വെക്കാനൊന്നും കിട്ടിയില്ല. സിദ്ദീഖ് തങ്ങൾ കാല് വെച്ചു, ആ ഗുഹയിൽ ഇറങ്ങു. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ അതാ അവിടെ കുറെ നേരം കഴിഞ്ഞ് മുത്തുനബി തങ്ങൾ സിദ്ദീഖ് തങ്ങളുടെ മടിയിൽ തലവെച്ച് ഉറങ്ങിയിട്ടുണ്ട്. ഉറക്കത്തിനിടയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീര് തങ്ങളുടെ മുഖത്തേക്ക് വീണു. അപ്പോഴാണ് ഞെട്ടിയുണ്ടെന്ന്, എന്തിനാണ് സിദ്ദീഖ് ഇങ്ങനെ കരയുന്നത്? ആ സമയത്താണ് ഗുഹയിലേക്ക് വെച്ചിട്ടുള്ള ആ മാളത്തിലേക്ക് വെച്ചിട്ടുള്ള കാലങ്ങെടുത്തപ്പോൾ വിഷമുള്ള വലിയ പാമ്പ് അവിടെ നിൽക്കുന്നു. ആ പാമ്പ് പറയുന്നു, നബിയേ, ഞാൻ എത്ര കൊല്ലമായി ഈ മാളത്തിൽ വന്ന് കാത്തിരിക്കുന്നു. എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് തങ്ങൾ ഇവിടെ വരുന്നു എന്ന വിവരം. അതുകൊണ്ട് തങ്ങളെ കാത്ത് ഞാനിവിടെ എത്രയോ കൊല്ലങ്ങളായി താമസിക്കുകയാണ്. പക്ഷേ തങ്ങളങ്ങ് വന്നപ്പോൾ സിദ്ദീഖ് തങ്ങൾ കാല് വെച്ച് ബന്ധാക്കി പോയി. തങ്ങളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ കുത്തിയതാണ്. എനിക്ക് മാപ്പാക്കണേ തങ്ങളെ. ആ പാമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മാപ്പ് ചോദിച്ചു. എന്നിട്ട് തങ്ങൾ സിദ്ദീഖ് തങ്ങളെ കാലിലേക്ക് ഊമനീര് പുരട്ടി കൊടുത്തു. അതങ്ങ് മാറിപ്പോയി. ഞാൻ പറഞ്ഞു വന്നത്, ആ പാമ്പിനറിയാം എന്നെ പടക്കാനും കാരണം തങ്ങളാണ്. അതുകൊണ്ടാണ് ആ പാമ്പ് അവിടെ കാത്തിരുന്നത്, മുത്തുനബിയോട് സംസാരിച്ചത്. മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു മഹാനവറുകൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് ദുആക്ക് നിൽക്കാതെ പോയപ്പോ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം ചെയ്തു, എന്തേ അബൂ ദുജാന, സാധാരണ നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ കഴിഞ്ഞിട്ടല്ലേ പോകാറുള്ളൂ, എന്തുകൊണ്ടാണ് ഇപ്പൊ 2-3 ദിവസമായി ദുആക്കൊന്നും നിൽക്കലില്ലല്ലോ? നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവാണ്. അത് നമുക്ക് പഠിപ്പിച്ച ഒരു സുന്നത്താണ്. അതിന് നിൽക്കാതെ പോയപ്പോ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, നബിയേ, എന്റെ പൊന്നു മക്കള്, ഞാൻ ജോലിയില്ലാത്തൊരു ഫക്കീറാണ്. മക്കൾക്ക് വിശന്ന് രാത്രി അതാ പട്ടിണിയായി കിടന്നുറങ്ങുന്നു. പക്ഷേ വീടിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ വീടിന്റെ ഈ തപ്പന മരം എന്റെ വീട്ടിലേക്ക് ചാഞ്ഞു കിടക്കുന്നുണ്ട്. രാവിലെയാകുമ്പോ നല്ല പഴുത്ത ഈത്തപ്പഴം ഇവിടെ വീണ് കിടക്കുന്നു. എന്റെ മക്കളത് പറക്കി തിന്നുന്നുണ്ട്. ആ മക്കള് ഉണരുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ആ ഈത്തപ്പഴമൊക്കെ പറക്കി അപ്പുറത്തെ വീട്ടിലേക്ക് ഇടുകയാണ്. എന്റെ മക്കള് പട്ടിണി കിടന്നാലും അന്യന്റെ ഹറാമ് തിന്ന് ജീവിക്കരുത് എന്ന നിർബന്ധം കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടുകാരനെ വിളിച്ചു. അയാളൊരു മുനാഫിഖായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞു, ഈ മരം നീ എനിക്ക് വിൽക്കുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ നിനക്ക് 10 ഈത്തപ്പഴം ഞാൻ തരാം. പക്ഷേ ആ മനുഷ്യൻ പറഞ്ഞു, നബിയെ, കടം കച്ചവടത്തിന് ഞാനില്ല, റൊക്കമാണെങ്കിൽ തരാം. പക്ഷേ ഭാഗ്യമില്ലല്ലോ. ഇത് കേട്ട ഉടനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഇയാൾക്ക് 10 ഈത്തപ്പഴം എന്റെ തോട്ടത്തിൽ നിന്ന് ഞാൻ കൊടുക്കാം, എനിക്ക് സ്വർഗത്തിൽ തരുമോ നബിയെ? തങ്ങൾ പറഞ്ഞു, തരാം. കച്ചവടം ഉറപ്പിച്ചു. ആ മനുഷ്യനിൽ നിന്ന് ഈ ഈത്തപ്പഴം തങ്ങൾ വാങ്ങി. എന്നിട്ട് ഇയാൾക്ക് 10 ഈത്തപ്പന മരം സിദ്ദീഖ് തങ്ങളുടെ തോട്ടത്തിൽ നിന്ന് മാറ്റിവെച്ചു. അങ്ങനെ ഇയാള് വീട്ടിൽ പോയി ഭാര്യയോട് പറഞ്ഞു, ഞാൻ നല്ല ലാഭത്തിന്റെ കച്ചവടം നടത്തിയിട്ടാ വന്നത്. നമ്മുടെ ഈത്തപ്പന മരം ഞാനത് സിദ്ദീഖിലേക്ക് വിറ്റിട്ടുണ്ട്.
10 ഈത്തപ്പന മരം എനിക്ക് സിദ്ദീഖിന്റെ തോട്ടത്ത് തന്നിട്ടുണ്ട്. മാത്രമല്ല ഞാൻ വിറ്റ ഈ മരവും ഞങ്ങളുടെ വളപ്പിലല്ലേ ഉള്ളത്, അതിൽ നിന്ന് നമുക്കും ചിലപ്പോ എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് അതാ ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങുന്നു. സുബ്ഹാനല്ലാഹ്. സുബഹി നേരത്ത് നോക്കുമ്പോ ആ അപ്പുറത്തെ വീട്ടുകാരന്റെ മുറ്റത്ത് നിന്നിരുന്ന ഈത്തപ്പന മരം മറുടോടുകൂടെ അതേപോലെ വന്ന് അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ മുറ്റത്ത് നിൽക്കുന്നു. എന്തൊരത്ഭുതമാണ്! ജഅത് ലിദഅവതിഹിൽ അസ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിൻ ബിലാ ഖദമി മൗലായ ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. റളിയല്ലാഹു പാടിയതല്ലേ. മുത്തുനബി ഒരു മരത്തെ വിളിക്കുമ്പോൾ ആ മരം അടുത്തേക്ക് വരുന്നു. ഈ മുനാഫിക്കിനിക്ക് തങ്ങളെ മനസ്സിലായില്ല, പക്ഷേ മരത്തിന് തങ്ങളെ അറിയാം. ഹജ്ജിനും ഉംറക്കും പോയവർക്കറിയാമല്ലോ. തവാഫ് കഴിഞ്ഞിട്ട് ആ പുറത്തിറങ്ങുന്ന സഈയിലൂടെ തവാഫ് കഴിഞ്ഞ് സഈ കഴിഞ്ഞിട്ട് പുറത്ത് മറുവയിലൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഗസയുടെ ഭാഗത്തേക്കാണ് ഇറങ്ങുന്നത്. അവിടെ നിന്നൊരു പാലത്തിന്റെ അടി കഴിഞ്ഞാൽ 2 പള്ളി അപ്പുറത്തും ഇപ്പുറത്തുണ്ട്. അതിൽ ആ പള്ളി, ഒരു പള്ളിയുടെ പേര് മസ്ജിദുൽ ഷജറ എന്നാണ്. ഞാൻ ഒരിക്കൽ പോയപ്പോൾ ഇവിടുത്തെ ഇമാമിനോട് ചോദിച്ചു, എന്താണ് ഇതിന് മസ്ജിദുൽ ഷജറ എന്ന പേരുള്ളത്? അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് ദൂരെ നിൽക്കുന്നൊരു മരത്തെ വിളിച്ചത്. ആ മരത്തെ വിളിച്ചപ്പോ മരം ഇങ്ങനെ അനങ്ങിയിട്ട് മരടോടുകൂടി ഒന്ന് അനങ്ങി വേദികളൊക്കെ ലൂസാക്കിയിട്ട് ആ മരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്നിട്ട് നിന്ന സ്ഥലമാണിത്. അതുകൊണ്ട് ഇവിടേക്ക് മസ്ജിദുൽ ഷജറ എന്നിവിടെ നിൽക്കുന്ന പള്ളിക്ക് പേരുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളിയാണത് എന്നും ചരിത്രത്തിലുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്താണ്. ആ തങ്ങൾ എന്നെ സൃഷ്ടിക്കാനും കാരണമാണെന്ന് മരത്തിനറിയാം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, മദീനത്തെ പള്ളിയിലേക്ക് ഒരു സ്വഹാബി ഒരു പുതിയ മിമ്പർ നിർമ്മിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഞാൻ കൊണ്ടുവരാം. അങ്ങനെ അടുത്ത വെള്ളിയാഴ്ച പുതിയ മിമ്പർ പള്ളിയിലേക്ക് വന്നു. പഴയ മിമ്പർ ഈ തപ്പന മരത്തിന്റെ 4 പലക കഷ്ണങ്ങളാണ്. ആ മരം അവിടെ നിന്ന് ആ പഴയ മിമ്പറിന്റെ പലകകളൊക്കെ എടുത്ത് ഒരു ഭാഗത്ത് മാറ്റിവെച്ചു. പുതിയ മിമ്പറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിക്കുന്നു. അപ്പോഴാണ് ഒരു കരച്ചിൽ കേൾക്കുന്നത്, വല്ലാത്ത കരച്ചിൽ. ആരാ കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ കഴിഞ്ഞ് അന്വേഷിച്ചു, ആരുടെ കരച്ചിലാ കേട്ടത്? സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, ഒരാളും അവിടെ കരയുന്നത് കാണുന്നില്ല. പിന്നെ ഈ കരച്ചിൽ കേട്ടത് എവിടെ നിന്നറിയുമോ? തങ്ങൾ ഇതുവരെ ഖുതുബ ഓതിയിരുന്ന ആ ഈ തപ്പന മരത്തിന്റെ ഉണങ്ങിയ കഷ്ണമാകുന്ന പലകയുണ്ടല്ലോ, അതിന്റെ കരച്ചിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്ര ശരീരം സ്പർശിച്ചുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും നിന്റെ ചുമരിൽ നിന്ന് ഖുതുബ ഓതിയിരുന്നു. തങ്ങൾ എന്നെ മാറ്റി നിർത്തിയല്ലോ എന്ന വേദന കൊണ്ട് ജീവനില്ലാത്ത ഈ തപ്പന മരത്തിന്റെ പലകകൾ പോലും തങ്ങളെ ഓർത്ത് കരഞ്ഞില്ലേ? ആ മരക്കഷ്ണത്തിനറിയാം എന്നെ പടക്കാനും കാരണം തങ്ങളാണ്. ഇങ്ങനെ എത്ര സംഭവങ്ങളുണ്ട്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തന്റെ ഖസീദത്തുൻ നുഅ്മാനിയിൽ ഈ സംഭവങ്ങളൊക്കെ ഓരോ ബൈത്തിൽ ഓരോ മുഅ്ജിസാത്തുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഞാൻ ചുരുക്കുകയാണ്. അപ്പോൾ മുഅ്മിനീങ്ങളെ, എല്ലാത്തിനറിയാം, ലോകത്ത് സർവ്വ സൃഷ്ടികളും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തെ അനുഭവിച്ചവരാണ്. എല്ലാത്തിനും അറിയാം. മരക്കഷ്ണത്തിനറിയാം, മരത്തിനറിയാം, കല്ലുകൾക്കറിയാം. അതുപോലെ ചന്ദ്രനും സൂര്യനും ഭൂമിയും ആകാശങ്ങളും സർവ്വതും ഹബീബായ തങ്ങൾ നമ്മെ സൃഷ്ടിക്കാൻ കാരണമാണെന്നറിയാം. ഒരു അറാബിയായ മനുഷ്യൻ ഒരു യാത്ര ചെയ്തുകൊണ്ട് വരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഒരു മക്കയിലെ അങ്ങാടിയിൽ വെച്ച്, മക്കയിലെ സ്ഥലത്ത് വെച്ച്, ഇസ്ലാമിന്റെ പ്രബോധനം അങ്ങനെയാണ് തുടക്കകാലം. എവിടെ ജനങ്ങൾ കൂടുന്നുണ്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ദീനിനെ പറ്റി പറയും.
ഇസ്ലാമിനെ പറ്റി പറയും, പലരും കളിയാക്കും, പലരും കല്ലെറിയും, പലരും ചീത്ത വിളിക്കും, കുറെ ആൾ അംഗീകരിക്കും. അങ്ങനെ ഒരു ദിവസം മക്കയിൽ ഇങ്ങനെ ആളുകളെ കൂട്ടിയിട്ട് സംസാരിക്കുമ്പോൾ ഒരു അറാബിയായ മനുഷ്യൻ വേട്ടക്ക് പോയിട്ട് വരികയാണ്. അയാൾക്ക് വേട്ടയാടിയിട്ട് കിട്ടിയിട്ടുള്ളത് ഒരു ഉടുമ്പാണ്. ആ ഉടുമ്പനെ ഒരു സഞ്ചിയിൽ ഇട്ടിട്ട് ഇങ്ങനെ വന്നിട്ട് അവിടെ നിന്നു. ചോദിച്ചു, എന്താണ് ഇവിടെ ആളുകൾ ഇങ്ങനെ കൂടിയത്? ഈ സംസാരിക്കുന്നത് ആരാണ്? അപ്പോഴാണ് പറഞ്ഞത്, ആ സംസാരിക്കുന്നയാളെ പറ്റി അറിയില്ലേ? മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ്, നബിയാണെന്ന് വാദിച്ചിട്ടുള്ള അബ്ദുള്ള എന്നവരുടെ മകൻ മുഹമ്മദ് എന്നവരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ട താമസം അറാബിയായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വല്ലാതെ ചീത്ത പറയാൻ തുടങ്ങി, ആക്ഷേപിച്ചു. എന്നിട്ട് അവിടെ നിന്ന് വെല്ലുവിളിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹിനെ പറ്റിയും ബാപ്പാനെ പറ്റിയും ഉമ്മാനെ പറ്റിയും വല്ലാതെ ചീത്ത പറഞ്ഞു, ആക്ഷേപിച്ചു, കുറ്റം പറഞ്ഞു. അവസാനം അയാൾ പറഞ്ഞു, ഓ മുഹമ്മദേ, നിങ്ങൾ പ്രവാചകനാണെന്ന് ഞാൻ അംഗീകരിക്കണമെങ്കിൽ എന്റെ കയ്യിൽ ഞാൻ വേട്ടയാടി കൊണ്ടുവന്ന ഉടുമ്പ് എന്നോട് സംസാരിച്ചാൽ, ഈ ഉടുമ്പ് നിങ്ങളുടെ നബിയാണെന്ന് സ്ഥിരപ്പെടുത്തിയാൽ ഞാനും അത് അംഗീകരിക്കാം. ഇത് കേൾക്കേണ്ട താമസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ വിളിയാണ്, യാ റബ്ബ്, ഓ ഉടുമ്പേ എന്ന് വിളിക്കേണ്ട താമസം ആ അറാബിയായ മനുഷ്യന്റെ കയ്യിലുള്ള സഞ്ചിക്കകത്തുള്ള ഉടുമ്പ് രണ്ടിങ്ങനെ ചെറിയ ഒരു കൊടയലങ്ങ് കൊടഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്. എന്തിനാണ് നബിയെ തങ്ങൾ എന്നെ വിളിച്ചത്? ഞാനിവിടെ ഉത്തരം പറയാൻ റെഡിയായിട്ടുണ്ട്. എന്തിനാണ് നബിയെ തങ്ങൾ എന്നെ വിളിച്ചിട്ടുള്ളത്? ഉടനെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, ഉടുമ്പേ, നീ ആരെയാണ് ആരാധിക്കുന്നത്? ആ ഉടുമ്പ് പറയുകയാണ്, ആകാശത്തിൽ അധികാരമുള്ള അല്ലാഹ്, ഭൂമിയിൽ അധികാരമുള്ള അല്ലാഹ്, കടലിലുള്ള മുഴുവൻ മത്സ്യങ്ങളെയും സൃഷ്ടിച്ച അല്ലാഹ്, ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരുവനായ അല്ലാഹുവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഉടുമ്പേ, മൻ അന, ഞാൻ ആരാണെന്ന് പറയൂ ഉടുമ്പേ. ഉടുമ്പ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ അടിമയാണ്, റസൂലാണ്, അവസാനത്തെ നബിയാണ്, നാളെ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നവനാണ്, ഖുർആന്റെ സ്വാഹിബാണ്. വളരെ സ്പഷ്ടമായി നല്ല സ്ഫുടമായ അറബിയിലങ്ങ് ഉടുമ്പ് സംസാരിച്ചു പോയി. എന്നിട്ട് ഉടുമ്പ് പറഞ്ഞു, നബിയേ, ഞാൻ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു. ആരെങ്കിലും തങ്ങളെ കൊണ്ട് വിശ്വസിച്ചാൽ ഓ നബിയെ, തങ്ങളെ കൊണ്ട് ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ രക്ഷപ്പെട്ടു പോയി നബിയേ. ഉടുമ്പിന്റെ ഈ സംസാരം കേൾക്കേണ്ട താമസം അറാബിയായ മനുഷ്യൻ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. കാരണം ഉടുമ്പിനറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പടക്കാൻ കാരണമാണെന്ന് ഉടുമ്പിനറിയാം, മേഘത്തിനറിയാം. മുത്തുനബി നടക്കുന്ന എല്ലാ വഴികളിലും നല്ല വെയിലുള്ള സമയത്തും മേഘം തങ്ങൾക്ക് തണലിട്ട് കൊടുക്കുന്നു. കാരണം തങ്ങൾക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ മേഘം തങ്ങൾക്ക് തണലിട്ട് കൊടുക്കുന്നു. കാരണം മേഘത്തിനറിയാം എന്നെ പടക്കാൻ കാരണം തങ്ങളാണ്. ഇങ്ങനെ ലോകത്ത് എല്ലാ സൃഷ്ടികളെ കൊണ്ടും എല്ലാവരെ കൊണ്ടും എല്ലാത്തിനും റഹ്മത്തായി നിയോഗിക്കപ്പെട്ട റഹ്മത്തുൽ ലിൽ ആലമീൻ, മൽജഉൽ ഫുഖറാഇ വൽ മസാകീൻ, സാഹിബുസ് സഖലീൻ, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഖുർബിൻ വമിൻ ആജമി. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. മുഅ്മിനീങ്ങളെ, ആ ഹബീബായ തങ്ങളുടെ
1500-ാമത്തെ ജന്മദിനമാണ് നമ്മൾ കൊണ്ടാടുന്നത്. വിശുദ്ധ റബീഉൽ അവ്വലിൽ ഇനിയും ബാക്കിയുള്ള ചുരുങ്ങിയ ദിവസങ്ങളിലും ഒരൊറ്റ മജ്‌ലിസും നമ്മൾ കളയരുത്. അവിടെ പോയി ഇരുന്നൊരു സ്വലാത്ത് അങ്ങ് ചൊല്ലിയാൽ ആ തങ്ങളുടെ മഹബത്ത് നമുക്ക് കിട്ടും. എല്ലാ സൃഷ്ടി ജീവജാലങ്ങളും തങ്ങളുടെ മദ്ഹുകൾ പറയുന്നുണ്ട്. ആകാശത്തിലും ഭൂമിയിലും പറയുന്നുണ്ട്, ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിറുകൾ മുഴുവനും പറഞ്ഞത് അല്ലാഹു തങ്ങളുടെ മദ്ഹ് പറയുന്നുണ്ട്, മലക്കുകൾ തങ്ങളുടെ മദ്ഹ് പറയുന്നുണ്ട്, ഭൂമിയിലും ആകാശത്തിലുള്ള സർവ്വ സൃഷ്ടി ജീവജാലങ്ങളും തങ്ങളുടെ മദ്ഹ് പറയുന്നുണ്ട്. അത് തങ്ങളുടെ ജനനത്തിനു മുമ്പുമുണ്ട്, ഈ ഭൂമിയെ പടച്ച അന്ന് മുതൽ പറയുന്നുണ്ട്, ഇനി ഖിയാമത്ത് നാൾ വരെ പറയുന്നുമുണ്ട്. എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും തങ്ങളുടെ നാമം, തങ്ങളുടെ ബഹുമാനം ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ നിലക്കും ആദരിച്ചിട്ടുള്ള, ബഹുമാനിച്ചിട്ടുള്ള തങ്ങളെ നമ്മൾ പ്രിയം വെച്ച് ആ മഹബത്ത് വെച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം. അവിടുത്തെ ഉമ്മത്തുകളായി എന്നുള്ളത് അല്ലാഹു നമുക്ക് ചെയ്തിട്ടുള്ള വലിയ ഒരു ഭാഗ്യമാണ്. അത് വലിയ നിഅമത്താണ്. ഈ നിഅമത്ത് ലഭിച്ച് അതേപോലെ തന്നെ ഉമ്മത്തുകളിൽപ്പെട്ട് ഈമാനോടെ മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങളെ വാക്കിലോ സംസാരത്തിലോ വല്ല അദബ് കേടും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ മാപ്പാക്കണം റഹ്മാനെ. പ്രിയപ്പെട്ടവരെ, എന്റെ സ്വന്തം ശരീരത്തോടും മുഅ്മിനീങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നത്, തങ്ങളുടെ മദ്ഹ് നമുക്ക് കഴിയുന്നത്ര പറയണം. ആ തങ്ങളെ പിൻപറ്റി ജീവിക്കണം. ജീവിതത്തിൽ കൃത്യമായ നിസ്കാരം നമ്മൾ നിർവഹിക്കുന്നവരാകണം. വിശിഷ്യ നമ്മുടെ ജീവിതത്തിൽ ഒരു നേരത്തെ നിസ്കാരം പോലും നഷ്ടപ്പെട്ട് ഖളായി പോകരുത്. ഖുർആൻ ഓത്ത് വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ സ്വലാത്ത് ധാരാളമായി ചൊല്ലണം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി നന്നായി ഈമാനോടെ ജീവിച്ച് മരിക്കുന്നവരിൽ നമ്മൾ പെടണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. നിങ്ങളൊക്കെ ദുആ ചെയ്യണം.